ഒരു വലിയ സൂറത്തിന്റെ പഠനത്തിലുള്ള ഒരു ചെറിയ ശ്രമം നമ്മൾ നടത്തുകയാണ്. സൂറത്തുൽ നൂർ. നൂർ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം, നൂർ എന്നർത്ഥം നൂർ, പ്രകാശം. ഈ സൂറത്തിലെ 35-40 വചനങ്ങളിലെ നൂർ എന്ന പദം 7 തവണ ആവർത്തിച്ചു വരുന്നത് കൊണ്ടാണ് ഇതിന് നൂർ എന്ന പേര് പറയാനുള്ള കാരണം. നൂർ സത്യത്തിൽ ഹിദായത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു പ്രകാശം. പ്രകാശം ചിലപ്പോ പെട്ടെന്ന് കെട്ടുപോകാതിരിക്കാൻ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ. എന്തെല്ലാം കാര്യങ്ങളെ കൊണ്ടാണ് ഹിദായത്ത് എന്ന നൂറാനിയത്ത് നഷ്ടപ്പെടുക, ഇതൊക്കെ പ്രസ്പഷ്ടമായി വിശദീകരിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ നൂർ. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയായിരുന്നു, നിങ്ങൾ സ്ത്രീകൾക്ക് തുന്നാൻ പഠിപ്പിക്കും. അതിനോട് ചേർത്ത് പറയുമായിരുന്നു സൂറത്തുൽ നൂറും പഠിപ്പിച്ചു കൊടുക്കും. സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു തത്തുല്യമായി കൂഫയിലുള്ള ഗവർണർമാർക്ക് കത്ത് എഴുതുമ്പോൾ പറയും, നിങ്ങൾ അവിടെയുള്ള നിസായിലെ സൂറത്തുൽ നൂർ പഠിപ്പിച്ചു കൊടുക്കണം. എന്തേ? ഓതാൻ പഠിപ്പിക്കുക എന്നതിനപ്പുറം അതിന്റെ ആഴങ്ങൾ, അർത്ഥതലങ്ങൾ അല്ലേ, നമ്മൾ ഓതാൻ പുണ്യമുള്ള അങ്ങനെയൊക്കെ ഒരുപാട് സൂറത്തുകളുണ്ട്. സൂറത്തുൽ നൂറിന്റെ പ്രത്യേകത എന്താണ്? ഓതണം, അതുപോലെ അതിന്റെ ആശയങ്ങളെ പഠിക്കുകയും വേണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരു നൂറാക്കി നമ്മൾ അനുഗ്രഹിക്കട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൻ അൻസൽനാഹാ വഫറദ്നാഹാ വഅൻസൽനാ ഫീഹാ ആയാതിൻ ബയ്യിനാത് ലഅല്ലകും തദക്കറൂൻ. സൂറത്തുൻ അൻസൽനാഹാ, തൻവീനിന്റെ ശേഷമാണ് ഹംസയായതുകൊണ്ട് തന്നെ വെളിവാക്കി ഇദ്ഹാർ ചെയ്ത് സൂറത്തുൻ അൻസൽനാഹാ വഫറദ്നാഹാ വഅൻസൽനാ ഫീഹാ ആയാതിൻ ബയ്യിനാത്. തൻവീനിന്റെ ശേഷം വരുമ്പോൾ മറിച്ച് പഠിക്കുക. ആയാതിൻ ബയ്യിനാത് ബയ്യിനാതിൻ ലഅല്ലകും തദക്കറൂൻ. സൂറത്തുൻ, ഇതൊരു സൂറത്താണ്. അപ്പോ പരിശുദ്ധമായ ഖുർആനിലുള്ള എല്ലാം സൂറത്തല്ലേ? അതെ, എന്നാലും ഇതൊന്ന് എടുത്തു പറയാണ് അല്ലാഹു, ഇതൊന്ന് ചിന്തിക്കേണ്ട സൂറത്താണ്. എന്നിട്ട് നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ശേഷം അല്ലാഹു പറയാണ് അൻസൽനാഹാ, ഇതിനെ നാം ഇറക്കിയതാണ്. അപ്പൊ ബാക്കി സൂറത്തൊക്കെ അതും അല്ലാഹു ഇറക്കിയത് തന്നെയാണ്. പക്ഷേ നമ്മൾ ഒന്നുകൂടി ചിന്തിപ്പിക്കാണ്. ഇതൊരു പ്രധാനപ്പെട്ട വിഷയം പറയാൻ പോകുന്നത്. സൂറത്തുൽ അൻസൽനാഹാ, നാം ഇറക്കിയ സൂറത്ത്. വഫറദ്നാഹാ, അതിനെ നാം നിയമമാക്കുകയും ചെയ്തിട്ടുണ്ട്. വഅൻസൽനാ ഫീഹാ ആയാതിൻ ബയ്യിനാത്, അതിൽ നാം ഒരുപാട് വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും അവതരിപ്പിച്ചു.
ലഅല്ലകും തദക്കറൂൻ, നിങ്ങൾ ചിന്തിക്കാൻ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സൂർ എന്ന പദത്തിൽ നിന്നാണ് സൂറത്ത് വരുന്നത്. സൂർ എന്ന് പറഞ്ഞാൽ ബൗണ്ടറി, ഭാഗം എന്ന് ഉദ്ദേശിച്ചു, പരിധി, പരിമിതികൾ എന്നൊക്കെയാണ്. അതിന്റെ ജമാകുമ്പോ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ട ചില പ്രത്യേകമായ നിയമങ്ങളും വ്യവസ്ഥകളും പഠിപ്പിക്കാൻ പോകും. അത് കൊണ്ടു നടന്നാൽ ഈമാൻ നഷ്ടപ്പെടില്ല. അതില്ലെങ്കിൽ ഫാസിഖീങ്ങളാണല്ലോ ഹിദായത്ത് കിട്ടിയിട്ട് പഴിച്ചു പോകുന്നത്. ജനിക്കുമ്പോൾ മുസ്ലിമാണ്, പിന്നെ യുക്തിവാദത്തിലേക്ക് തിരിച്ചു പോകുന്നു. എന്താ കാര്യം? ഹിസ്റ്ററി പരിശോധിക്കുമ്പോ ഫിസ്ക് വന്നു പോകുന്നു. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. കാപട്യം, തമ്മാടിത്തരം ഇത് വന്നാൽ ഈമാൻ ഒരു നൂറാണ്, അത് കെട്ടുപോകും. കെടാതിരിക്കാനുള്ള കൃത്യമായ ചില നിയമങ്ങൾ ഇതിനൊക്കെ നാം ഇറക്കിയതാണ്. ഇതിനെ നിയമമാക്കി തന്നതും നമ്മളാണ്. എന്തിനാണ്? അല്ലാഹു പറയാണ്, ഇതിലൂടെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും നിങ്ങൾക്ക് ഇറക്കി തന്നു. നിങ്ങൾ ഓർക്കാൻ വേണ്ടി അവിടെ മുഫസ്സിരീങ്ങൾ കൊണ്ടുവരിക. എന്താണ് ഓർക്കേണ്ടത്? അർവാഹുകളുടെ ലോകത്ത് വെച്ച് അല്ലാഹു നമ്മളോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ? ല്ലോ നമ്മളൊക്കെ എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ? എല്ലാവരും പറഞ്ഞില്ല, പല അതെ എന്ന് പറഞ്ഞതുകൊണ്ടാണ് അൽഹംദുലില്ലാഹ് നമ്മൾ ഇന്ന് മുസ്ലിമായി ജീവിക്കുന്നത്. അർവാഹുകളുടെ ലോകത്ത് വെച്ച് അല്ലാഹു നമ്മളെ പരീക്ഷിച്ചു. എന്നിട്ട് ചോദിച്ചു, കുറെ ആളുകൾ പറഞ്ഞു ബല. ബോധ്യപ്പെട്ടവരെ അല്ലാഹു മുസ്ലിമാക്കി. ബല എന്ന് പറയാത്തവർ കാഫിറാവുകയും ചെയ്തു. പക്ഷേ ആ പല പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല, പല അതെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ജീവിക്കുമ്പോ ചില നിഷ്ഠകളുണ്ട്. ആ നിഷ്ഠകൾ നിങ്ങളെ ബോധ്യപ്പെടുത്താനുള്ളതാണ് ഈ സൂറത്ത്. അല്ലാഹു നമുക്ക് ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് നൽകട്ടെ. എന്താണ് ഒന്നാമത്തെ നിയമം? അസ്സാനിയതു വസ്സാനി ഫജ്ലിദൂ കുല്ല വാഹിദിൻ മിൻഹുമാ മിഅത ജൽദ വലാ തഅഖുദുകും ബിഹിമാ റഅഫതു ഫീ ദീനില്ലാഹ് ഇൻ കുൻതും തു'മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വൽയശ്ഹദ് അദാബഹുമാ ത്വായിഫത്തും മിനൽ മുഅ്മിനീൻ. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ നിയമം അല്ലാഹു പഠിപ്പിക്കുകയാണ്. അസ്സാനിയതു വസ്സാനി, അസ്സാനിയതു വസ്സാനി, വ്യഭിചാരിയും വ്യഭിചാരിണിയും, വ്യഭിചരിച്ച ആണും പെണ്ണും, ഫജ്ലിദൂ കുല്ല വാഹിദിൻ മിൻഹുമാ, അവരെയൊക്കെ നിങ്ങൾ അടിക്കണം. മിഅത ജൽദ, 100 അടി അടിക്കണം. ഒന്നാമത്തെ നിയമം. എന്നിട്ടോ വലാ തഅഖുദുകും ബിഹിമാ റഅഫതു ഫീ ദീനില്ലാഹ്. അവരെ അടിക്കുമ്പോ, അവരെ ശിക്ഷിക്കുമ്പോ അവരോട് ഒരു നിലക്കുമുള്ള റഅഫത്ത്, ഒരു നിലക്കുള്ള കാരുണ്യവും തോന്നാൻ പാടില്ല. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, നിങ്ങൾ അല്ലാഹുവിനെ കൊണ്ടും ആഖിറത്തിനെ
കൊണ്ടും വിശ്വസിക്കുന്നവരാണെങ്കിൽ ശിക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു കാരുണ്യവും തോന്നാൻ പാടുള്ളതല്ല. പിന്നെയോ അവരെ ശിക്ഷിക്കുമ്പോ ആ ശിക്ഷയ്ക്ക് കൃത്യമായ സാക്ഷികളെയും നിങ്ങൾ ഹാജരാക്കണം. ഒരുപാട് നിയമങ്ങൾ അല്ലാഹു പറയുന്ന ഒരു സൂറത്ത് അല്ലാഹു നമുക്ക് ഉൾക്കൊള്ളാൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഒന്നാമതായി വ്യഭിചാരത്തിന്റെ കാഠിന്യമാണ് അസ്സാനിയത്തു വസ്സാനി. ഹിദായത്ത് എന്ന നൂറ് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ പ്രധാനമായി അകലം പാലിക്കേണ്ട ഒന്നാണ് വ്യഭിചാരം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എല്ലാം സർവ വ്യാപിയായി കൊണ്ടിരിക്കുന്ന കാലം. ചെയ്യാതെ മാത്രമല്ല, ചെയ്തത് പരസ്യമായിട്ട് പറയുന്ന കാലം. പരസ്യമായിട്ട് പറയാ എന്ന് മാത്രമല്ല, അതിലൊരു ഒളിവില്ലാതെ നടക്കുന്ന കാലം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു ഒമാനിലുള്ള എൻ്റെ ഒരു മുമ്പുള്ള ഒരു സ്റ്റുഡന്റ് അവന് വന്ന് എന്നോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു, ഉസ്താദേ, എനിക്കൊക്കെ വലിയ ഈമാണ്ടെന്ന് ബോധ്യപ്പെട്ടത് ഞാൻ അവിടെ ജോലി ചെയ്യുമ്പോൾ അപ്പുറത്തും ഉള്ള കമ്പനിയിൽ ജോലി ചെയ്യുന്നവർ ഒരേപോലെ തലേ ദിനം നടന്ന വ്യഭിചാര കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ജോലി നിർത്തിപ്പോന്നത് അതിനിടയിൽപ്പെട്ട് ഒരു അടുത്ത കക്ഷി ഞാനാകുമോ എന്ന് പേടിച്ചുകൊണ്ടാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നടക്കും ചെയ്യുന്നു, നടക്കുന്നത് പരസ്യമായി പറയും ചെയ്യുന്നു, അതിലാണ് പ്രത്യേകമായി ലജ്ജയുമില്ല. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ഒരു സ്വഹാബി ചോദിച്ചല്ലോ, ഏറ്റവും വലിയ പാതകം ഏതാണ്? മുത്തനബി പറഞ്ഞു, ഒന്നാമത്തെ പാതകം ശിർക്ക് തന്നെ, അല്ലാഹു അല്ലാത്തതിനെ ആരാധിക്കുക. പിന്നെ ചോദിച്ചു, പിന്നെ ഏതാണ്? നബി തങ്ങൾ പറഞ്ഞു, ദാരിദ്ര്യം പേടിച്ച് സന്താനങ്ങളെ കൊന്നുകളയുക. ഒരൊക്കെ നോക്കാൻ കഴിയുമെന്ന് പേടിച്ചിട്ട് പ്രസവിക്കാനിരിക്കുന്ന പറക്കാനിരിക്കുന്ന കുഞ്ഞിനെ കൊന്നുകളയുക. മൂന്നാമത്തതോ നിന്റെ അയൽവാസിയുടെ ഭാര്യയുമായി ലൈംഗിക വീഴ്ചയിലേർപ്പെടലാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. മൂന്നും വലിയ പാതകമാണ്, മൂന്നും വലിയ തെറ്റാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വേള സഹാബാക്കൾക്ക് ഒരു താക്കീത്ത് കൊടുക്കുകയാണ്. നാടുകളും നഗരങ്ങളും ഭൂമിയുടെ ഉള്ളിലേക്ക് താഴ്ന്നു പോകാനിരിക്കുന്ന ഒരു വലിയ ഭൂകമ്പം വരാനുണ്ട്. ഇത് കേട്ടപ്പോ സയ്യിദത്തെ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, മുത്തുനബിയേ, അങ്ങനെ ഒരു ഭൂകമ്പം വരുമ്പോ സജ്ജനങ്ങളായ സ്വാലിഹീങ്ങളായ മനുഷ്യരും അതിൽ ശിക്ഷിക്കപ്പെടുമോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താ സംശയം? ശിക്ഷ വരുമ്പോ എല്ലാവർക്കും ശിക്ഷ വരും. പിന്നെ അവരുടെ നിയ്യത്തിനനുസരിച്ച് അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. ആയിഷ റളിയല്ലാഹു അൻഹയുടെ സംശയം, എല്ലാവരും ശിക്ഷിക്കപ്പെടും. ശിക്ഷ വരുമ്പോൾ എല്ലാവർക്കും വരും. പിന്നെ ആഹാരത്തിലേക്ക് അവരുടെ നിയ്യത്തനുസരിച്ച് ഉയർത്തെഴുന്നേൽക്കപ്പെടും. ഇപ്പോഴോ സയ്യിദത്തെ ആയിഷ റളിയല്ലാഹു അൻഹ ഈ സംശയം ചോദിച്ച് അതിനുള്ള ഉത്തരം പറഞ്ഞപ്പോ മുത്തുനബി തന്നെ പഠിപ്പിച്ചു കൊടുക്കാണ്, ഇത്രയും വലിയ ശിക്ഷ ലോകത്ത് വരാനുള്ള കാരണം എല്ലാം തകർന്നു പോകുന്ന ഭൂകമ്പങ്ങളും ഭൂചലനങ്ങളും വരാനുള്ള കാരണം എത്രത്തോളം റസൂലുള്ളാഹി പറഞ്ഞു, അറേബ്യൻ ഉപദ്വീപ്. അന്ന് റസൂലുള്ളാഹി അറേബ്യൻ ഉപദ്വീപ് എന്ന് പറയുമ്പോൾ അത് പരിശുദ്ധമായ പരിപാവനത്വമുള്ള നല്ലൊരു നാടാണ്. ആ നാട് പോലും ശിക്ഷയ്ക്ക് വിധേയമാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന്റെ കാരണം വിശദീകരിക്കുന്നു. അറേബ്യൻ ഉപദ്വീപിൽ അല്ലാഹുവല്ലാത്ത മറ്റൊരു ദൈവത്തെ ആരാധിക്കുമെന്ന്
പിശാചിന് പോലും ഡൗട്ടില്ല. ഇലാഹിയായ ബോധവും തൗഹീദൊക്കെ ഉണ്ടാകും. പക്ഷേ പ്രശ്നമതല്ല, പൈശാചിക പ്രേരണയാൽ അവിവാഹിത ബന്ധത്തിൽ ഏർപ്പെടുന്നവർ വ്യാപിക്കുന്നതാണ് ഈ വലിയ ദുരന്തങ്ങൾക്ക് കാരണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാൻ മുസ്ലിമാണെന്ന് തൗഹീദാണെന്നൊക്കെ പറയും. പക്ഷേ വ്യഭിചാരം സർവ്വവ്യാപിയാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇതൊരു വലിയ ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുന്നു, വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെപ്പറ്റിയുള്ള ഗൗരവവും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങളെയും വ്യഭിചാരത്തെയും സൂക്ഷിക്കണേ. വ്യഭിചാരം മൂലം 6 ദുരന്തങ്ങളാണ് വരാറുള്ളത്. മൂന്നെണ്ണം ദുനിയാവിൽ വെച്ച് വരും, മൂന്നെണ്ണം ആഖിറത്തിൽ വെച്ചായിരിക്കും. അവന്റെ മുഖത്തിന്റെ തെളിച്ചം തന്നെ പോകും. ഒന്ന് ദുനിയാവിൽ വ്യഭിചരിക്കുന്ന ആളാണെങ്കിൽ അവന്റെ മുഖത്തിൽ ഒരു ഇരുളിമ വരും. വലിയ ദാരിദ്ര്യത്തെ ഉണ്ടാകാം. പ്രായത്തെ കുറക്കുകയും ചെയ്യും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മുഖത്തിന്റെ തെളിച്ചം ഭയങ്കര ദാരിദ്ര്യം, ബിസിനസ് ഉണ്ടാകും, വലിയ കച്ചവടം ഉണ്ടാകും, ഓടി മലർന്നുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷേ ഒന്നിനും തികയൂല, ഫഖർ പിടിപെടും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അവന്റെ ആയുസ്സിനെ പോലും കുറവുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആഖിറത്തിലും ബുദ്ധിമുട്ടുണ്ട്, ഉറപ്പാണല്ലോ. ഈ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു ഒരുപാട് പുറത്തരും. പക്ഷേ വ്യഭിചാരം ചൊടിപ്പിക്കുന്ന തെറ്റാണ്, അല്ലാഹുവിനെ ദേഷ്യം പിടിപ്പിക്കുന്ന തെറ്റാണ്. അല്ലാഹുവിന്റെ കോപം വന്നു കഴിഞ്ഞാൽ പിന്നെ അവന് വലിയ വിജയമുണ്ടോ? അവന്റെ വിചാരണ വളരെ മോശമായിരിക്കും. കാത്തില്ലെങ്കിൽ നരകത്തിൽ ശാശ്വതമാകുമെന്ന് മാത്രമല്ല, കിതാബുകളിൽ കാണാൻ സാധിക്കും അവനവനെ പഠിപ്പിക്കപ്പെടുന്നതോ മറ്റു വ്യഭിചാരിയുടെ ഭാഗത്തിലൂടെ വരുന്ന ചീച്ചലവും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് ഇത് ഗൗരവമായി കാണണം. അതുകൊണ്ടാണ് വ്യഭിചരിച്ചാൽ പ്രായപൂർത്തിയായിട്ടില്ലെങ്കിൽ, പ്രായപൂർത്തിയെ കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവരെ 100 അടിയടിച്ച് നാട് കടത്തണമെന്ന് പറഞ്ഞത്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഭിഷേകമായി പറഞ്ഞ ഹദീസുകൾ പെട്ടെന്ന് പറയുന്നു. ഒരു സമൂഹത്തിൽ വ്യഭിചാരം വ്യാപിക്കുകയും അത് ആളുകൾ പരസ്യപ്പെടുത്തുകയും ചെയ്താൽ അവരുടെ മുൻഗാമികൾക്കൊന്നും പരിചയമില്ലാത്ത മാറാരോഗങ്ങളും പകർച്ചവ്യാധികളും ആ കുലത്തിലും കുടുംബത്തിലും വരുമെന്ന്, ആ സമൂഹത്തിൽ വരുമെന്ന് മുഹമ്മദ് മുസ്തഫ എല്ലാം വ്യാപിക്കാണല്ലോ. ഇതിന്റെ ഒരു കൃത്യമായ ഉദാഹരണമായി മെഡിക്കൽ സയൻസ് പോലും പരിചയപ്പെടുത്തുകയാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പിന്നെ അള്ളാന്റെ കാരുണ്യത്തിന്റെ വലുപ്പം കൊണ്ട് അങ്ങനെ നീങ്ങിപ്പോവാൻ എല്ലാ ദിവസവും സാഗരം, കടൽ അള്ളാഹുവിനോട് ചോദിക്കുമത്രേ, ഇതെല്ലാമാണ് ഇവര് ചെയ്യുന്നത്. ഞാനൊന്ന് വെള്ളമൊന്ന് വീശി ഇവരെയൊക്കെ നശിപ്പിച്ച് കളയണയോ? നമ്മൾ തെറ്റ് ചെയ്യുമ്പോ, നമ്മൾ കുറ്റം ചെയ്യുമ്പോ, പ്രത്യേകിച്ച് വ്യഭിചാരം നടക്കപ്പെടുമ്പോ അത് നമ്മുടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥക്ക് പോലും ബാധിക്കുന്നുണ്ട്, ലോകത്തിന്റെ ഘടനക്ക് ബാധിക്കുന്നുണ്ട്.
അതുകൊണ്ടാണ് സാഗരങ്ങൾ കടലുകൾ ചോദിക്കാണ്, ഞങ്ങളങ്ങനെ വെള്ളം വീശിയിട്ട് ഈ കരയിൽ നിനക്ക് വഴിപ്പെടാത്ത മുഴുവൻ ആളുകളെയും ഒന്ന് നശിപ്പിക്കട്ടെ. അതുകൊണ്ടങ്ങനെ നിന്ന് പോവാ ആയിട്ടില്ല, അടങ്ങണം. ഇടക്കമ്മ പറയുന്നൊരു വാക്കുണ്ട്, നീയാണ് കടലെ ഇവരെ പടച്ചതെങ്കിൽ നിനക്കങ്ങനെ പറയാൻ സാധിക്കുകയില്ല. പടച്ച റബ്ബിന്റെ ആരുണ്യം കൊണ്ട് അങ്ങനെ പോവാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് കൃത്യമായ ബോധത്തോടുകൂടെ അല്ലാഹു അത്തരത്തിലുള്ള അപരാധങ്ങൾ നമുക്കോ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ തലമുറയിലോ കടന്നു വരാതെ അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അല്ലാഹു നമുക്കുള്ള വലിയ കാവൽ പ്രദാനം ചെയ്യട്ടെ. അതുകൊണ്ടാണ് സ്ത്രീകളെ സൂക്ഷിക്കണം അല്ലേ? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും പഠിപ്പിച്ചിരുന്ന ഒരു പാഠം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീ വിമോചകനാണ്. തകർന്നുപോയ, ഒന്നുമില്ലെന്ന് പറഞ്ഞ, ബുദ്ധി ചെയ്യപ്പെടുന്ന സ്ത്രീകൾക്കും മോചനം നൽകിയ ആളാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ ഹബീബ് തന്നെ പഠിപ്പിച്ചു, വരും നാളുകളിൽ സ്ത്രീയേക്കാൾ അപകടകരമായ ഒരു വിപത്തും ഒരു മനുഷ്യനും അഭിമുഖീകരിക്കേണ്ടി വരില്ല. ആരത് പഠിപ്പിച്ചത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടല്ലേ നിങ്ങളെയും നിങ്ങളുമായി ബന്ധപ്പെട്ട നിസാഇനെയും സൂക്ഷിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാം അല്ലാഹുവിനെ പേടിക്കുന്ന വ്യക്തിത്വമാണ്, ഭയങ്കര ഭയഭക്തിയാണ്. എന്നിട്ട് ആ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലും സലീഹ വലിയൊരാണ് തന്റെ മാർഗത്തിലേക്ക് അനാവശ്യത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോ അവിടുന്ന് രാജാവ് പറഞ്ഞൊരു വർത്താനല്ലോ, അല്ല സ്ത്രീകളെ, നിങ്ങളുടെ ചതി കുറച്ച് ഗൗരവം തന്നെയാണല്ലോ. നിങ്ങളുടെ ചതിയിൽ ആരും പെട്ടുപോകുമല്ലോ. സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം പോലും പെടാനുള്ള സാഹചര്യം വന്നപ്പോൾ അവരുടെ ഖുർആൻ അവർ അല്ലാഹുവിനെ പറ്റി മനസ്സിലാക്കിയത് കൊണ്ട് രക്ഷപ്പെട്ടതാണ്. അത്രയൊന്നുമില്ലാത്ത നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് ഇസ്ലാം പറഞ്ഞ ആ സൂക്ഷ്മത നമുക്ക് എപ്പോഴും നല്ലതാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. സത്യത്തിൽ ഇസ്ലാമിലുള്ള മസാല എന്താണ്? ഒരു പെണ്ണ് അണിഞ്ഞൊരുങ്ങി സുഗന്ധം പൂശുകയും ചെയ്ത് പുറത്തിറങ്ങിയാൽ അല്ലാഹുവിന്റെ ശാപം അവൾക്കുണ്ടാകുമെന്നും പിശാചുക്കൾ അവളുടെ പിറകെ കൊടിപിടിച്ച് സാന്നിധ്യം അറിയിക്കുമെന്നും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് നമുക്കിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്ന കാലമാണ്. ഇന്ന് ചില നിർബന്ധ ജോലികൾ, സാഹചര്യങ്ങൾ ഇതുകൊണ്ടൊക്കെ ഇറങ്ങേണ്ട ആവശ്യം വന്നാൽ പോലും നമ്മൾ വളരെ കെയറായിട്ട്, വളരെ കോശനായിട്ട് ഇതിനെപ്പറ്റി ബോധമുള്ളവരാവണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരു സ്ത്രീ പുറത്തിറങ്ങുന്നതിലൂടെ ഒരുപാട് തിന്മകൾ വരാൻ പോകുന്നുണ്ട്. എല്ലാ മനുഷ്യരും ഏതെങ്കിലും രീതിയിൽ തിന്മകളിലേക്ക് വഴുതി വീഴുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിലപ്പോൾ കണ്ടുകൊണ്ട് കാണും, അത് കണ്ണിന്റെ വ്യഭിചാരം. ചിലപ്പോൾ കാതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കേൾക്കും, അത് കാതിന്റെ വ്യഭിചാരമാണ്. ചിലപ്പോ കാലുകൊണ്ട് അടുത്തു പോകും, അത് കാലിന്റെ വ്യഭിചാരമാണ്. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, കണ്ണിന് വ്യഭിചാരമുണ്ട്. കണ്ണിന്റെ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ നോട്ടമാണ്. ലിസാൻ നാവിനുണ്ട്, അത് സംസാരമാണ്. നഫ്സ് ഹൃദയത്തിനുണ്ട്, ഹൃദയം കൊണ്ട് കൊതിക്കൽ, അത് വ്യഭിചാരമാണ്. ഈ
ഈ വ്യഭിചാരം അവസാനം ഇതിന്റെയൊക്കെ വ്യഭിചാരം അവസാനം സാക്ഷാത്കരിക്കൽ ഫർജ് ഗുഹ്യ ഭാഗമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മുടെ മുൻഗാമികളൊക്കെ എടുത്ത തീരുമാനം, നമ്മുടെ മുൻഗാമികളൊക്കെ ഇതിൽ നിന്ന് അകലം പാലിച്ചതുപോലെ അകലം പാലിച്ച് ജീവിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സയ്യിദത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹാ, ഫാത്തിമ ബീവി വഫാത്താകുന്നതിന്റെ തലേ ദിവസം സയ്യിദത്ത് അസ്മാഇനെ വിളിച്ചിട്ട് റളിയല്ലാഹു അൻഹയെ വിളിച്ചിട്ട് തന്നെ കുളിപ്പിക്കാൻ പറഞ്ഞു. മരണ ദിവസം മരിക്കുന്നതിന് മുമ്പ് കുളിപ്പിക്കാൻ പറഞ്ഞിട്ട് പറഞ്ഞു, എന്നെ മരിച്ചു കഴിഞ്ഞാൽ കുളിപ്പിക്കേണ്ടത് എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അലിയാർ തങ്ങൾ തന്നെയാണ്. പക്ഷെ എനിക്കൊരു വല്ലാത്ത സങ്കടം, വല്ലാത്ത പേടി. കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞ് എന്റെ മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോ എന്റെ ശരീരത്തിന്റെ ആകൃതി ആളുകൾ കണ്ടുപോകൂലേ? എന്ത് മയ്യത്തിന്റെ ബോഡിയുടെ ആകൃതി കണ്ടുപോകുന്നതാണ് സയ്യിദത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹ പേടിക്കുന്നത്. ഇത് നമ്മൾ ആലോചിക്കണം. മയ്യത്തിന്റെ ബോഡിയിൽ പോലും ആകർഷണം വന്നുപോകും, അതുപോലെ ഹറാമിയത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് മനസ്സിലാക്കുകയാണ് സയ്യിദത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹ. എന്നിട്ട് ഫാത്തിമ ബീവി എന്ന് കൊണ്ടുപോയത് ശരീരത്തിന്റെ ആകൃതി കാണാത്ത വിധം എത്യോപ്യയിലുള്ള ആളുകൾ മയ്യത്തിനെ പൊതിയുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ഒരു പ്രത്യേകമായ പെട്ടിയും സംവിധാനവും ഉപയോഗിച്ച് അങ്ങനെയാണ് സയ്യിദത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കൊണ്ടുപോകുന്നത്. അല്ലാഹു ആ സൂക്ഷ്മത നമുക്ക് പ്രദാനം ചെയ്യട്ടെ. സയ്യിദുനാ സുലൈമാൻ ഇബ്നു യാസർ തങ്ങൾ ഭയങ്കര സുന്ദരനായിരുന്നു, ഭയങ്കര സുമുഖനായിരുന്നു. സുലൈമാൻ ഇബ്നു യാസർ തങ്ങൾ റളിയല്ലാഹു അൻഹു അവരുടെ ഒരു സുഹൃത്തും കൂടെ ചിരപോവുകയാണ്. രണ്ടുപേരും പോകുമ്പോ യാത്രക്കിടയിൽ ഭക്ഷണം തീർന്നുപോയി. ഒരാൾ ഭക്ഷണം വാങ്ങാൻ പോയപ്പോ സുലൈമാൻ തങ്ങൾ ഒറ്റക്കാണ്. ആ സമയത്ത് പർദ്ദ ധരിച്ച ഒരു പെണ്ണ് ഒട്ടകപ്പുറത്ത് അദ്ദേഹത്തിന്റെ അടുത്തെത്തി. പർദ്ദ ധരിച്ച ഒരു നല്ല പെണ്ണാണ്. പക്ഷേ സുലൈമാൻ തങ്ങൾ സുമുഖനാണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അവരെ കണ്ടപ്പോ ഈ പെണ്ണിന് തോന്നാൻ പറ്റാത്ത പലതും തോന്നിപ്പോയി. ചിലപ്പോഴൊക്കെ വ്യഭിചാരത്തിന്റെ തുടക്കം സ്ത്രീ ആയതുകൊണ്ടാണ് ശരിക്കും പറയേണ്ടത് ആദ്യം മെയിലും പിന്നെ ഫീമെയിലുമാണ്. കളവ് കട്ടെടുക്കുന്നതിനെ പറ്റി പറയുന്നിടത്ത് ഖുർആൻ പറഞ്ഞത് കക്കുന്നവനും കട്ടെടുക്കുന്ന പെണ്ണുവനും. എന്നാൽ വ്യഭിചാരം പറഞ്ഞപ്പോഴോ ആദ്യം തന്നെ പ്രയോഗിച്ചത് പെണ്ണിനെയാണ്. കാരണം ഇതിന്റെ ഒരു വലിയ വിഹിതവും കാരണക്കാരിയും ഇവിടെയുണ്ട്. സുലൈമാൻ തങ്ങൾ നല്ല വ്യക്തിത്വമാണ്, നല്ല മഹാനാണ്. അപ്പോഴാണ് ഒരു പെണ്ണ് പർദ്ദ ധരിച്ചു വന്നു. സുലൈമാൻ തങ്ങളെ കണ്ടപ്പോ മുടുവാടങ്ങൾ ഉയർത്തിയിട്ട് സുലൈമാൻ തങ്ങളോട് പറയുകയാണ്, എനിക്കൊന്ന് ആശ്വാസം പകരണേ, എനിക്കൊന്ന് ആശ്വാസം പകരണേ. അപ്പൊ കത്തിയില്ല. എന്താ വിഷയം ചോദിച്ചു. എന്താ ആശ്വാസമാണ് വേണ്ടത്? അവരെ അടുക്കലുണ്ടായിരുന്ന ഭക്ഷണം എടുത്തു കൊടുത്തു. വിശന്നിട്ടായിരിക്കും പറയുന്നതെന്ന് വിചാരിച്ചു. ഭക്ഷണം കിട്ടിയപ്പോ കൊണ്ട് പറഞ്ഞു, ഇതെല്ലാം ഒരു ഭാര്യ ഭർത്താവിൽ നിന്ന് മോഹിക്കുന്നത് എനിക്ക് നൽകണേ. സുലൈമാൻ തങ്ങൾ നല്ല ഈമാനുള്ള ആളാണ്. അവര് ചോദിച്ചു, ഇബ്ലീസാണോ എന്നെ എന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചതെന്ന് ചോദിച്ചിട്ട് കരയലോ കരച്ചിൽ. ഈ കരച്ചിൽ കേട്ടപ്പോ ഈ പെണ്ണ് പേടിച്ചു പോയി. പെണ്ണ് തിരിച്ചു പോയെങ്കിലും ഇയാൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പയാണ് ഭക്ഷണം വാങ്ങാൻ പോയ തിരിച്ചു വന്നപ്പോ ഇയാള് കരയാണ്. കരഞ്ഞപ്പോ ചോദിച്ചു, ഇങ്ങനെ കരയണത്? ഇയാൾക്ക് മറച്ചു വെച്ചു. കാരണം ഇയാൾക്ക് സുലൈമാൻ തങ്ങൾക്ക് ഇതുകൊണ്ട് കിട്ടാൻ പോകുന്നത് അർശിന്റെ തണലാണ്. സാഹചര്യം വന്നിട്ടും ആ തെറ്റ് ചെയ്യാതിരുന്നാൽ അർശിന്റെ തണൽ ഉറപ്പാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം
കുറേ നേരം ഉണ്ടാതിരുന്നു. പക്ഷെ സുഹൃത്താണല്ലോ. എന്ത് പറ്റി ഈ സംഭവമായിട്ട് വിശദീകരിച്ചു കൊടുത്തപ്പോ സുഹൃത്തും കരയാൻ തുടങ്ങി. പൊട്ടി അല്ലാത്ത കരച്ചില്. ഇപ്പൊ സുലൈമാന് തങ്ങൾക്ക് അത്ഭുതം. അതെന്താ നിങ്ങളും കരയണത്? പ്രിയ സുഹൃത്തെ, നിങ്ങൾ എന്താണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോ ആ സുഹൃത്ത് പറഞ്ഞു, നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇത്രയും വലിയ ഒരു തെറ്റിന്റെ സാഹചര്യം കിട്ടുകേട്ട ആ സ്ത്രീയിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് സാധിക്കുമോ എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ കരയുന്നതെന്ന് സയ്യിദുനാ സുലൈമാൻ തങ്ങളോട് ആ സുഹൃത്ത് പറഞ്ഞു. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഇനിയും കുറച്ച് വിശദീകരിക്കാനുണ്ട്, അടുത്ത ക്ലാസ്സിലാകാം. അതുകൊണ്ട് ഗൗരവത്തോടെ നമ്മൾ നോക്കണം. കാരണം വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കണ്ണിനും കാതിനും നാവിനും വ്യഭിചാരമുണ്ട്. ചെറിയ ചെറിയ ലാഞ്ചനകൾ അവസാനം അത് നമ്മുടെ ഫർജ് സത്യമാക്കുന്നുവെന്ന് മാത്രം. അതിനെപ്പറ്റി ഇസ്ലാം നടത്തുന്ന ശിക്ഷകൾ, ഇസ്ലാം കാണിക്കുന്ന ഗൗരവങ്ങൾ അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു നമുക്ക് തന്ന ഇഫ്ഫത്ത് നമ്മളൊക്കെ അല്ലാഹുവിന്റെ ഖലീഫമാർ. അല്ലാഹുവിന്റെ ഖലീഫ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ പ്രതിനിധികളാണ്. ആ പ്രതിനിധി നമ്മൾ സൂക്ഷിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അല്ലാഹു തന്ന ചരിത്ര ശുദ്ധി. അല്ലാഹു അത് നഷ്ടപ്പെടാതെ, അത് തകർന്നു പോകാതെ പരിശുദ്ധമായ ജീവിതം വളരെ ബോധത്തോടെ നമ്മുടെ മുൻഗാമികളൊക്കെ അതിലേക്ക് അടുക്കാതിരിക്കാൻ ചെയ്ത അധ്വാനങ്ങൾ. സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പള്ളിയിലിരിക്കുമ്പോ ഒരാൾ അങ്ങനെ കടന്നു വന്നു. അപ്പോ അയാൾ നോക്കിയിട്ട് ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, നിന്റെ കണ്ണിൽ വ്യഭിചാരം കാണുന്നുണ്ടല്ലോ. അയാളുടെ അത്ഭുതപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായതിനു ശേഷവും വ്യഭിചാരം വരുന്നുണ്ടോ? എന്താ കാര്യം? അയാൾക്ക് മുമ്പിലൂടെ സുന്ദരിയായ ഒരു സ്ത്രീ നടന്നുപോയിരുന്നു. അത് കണ്ണിൽ നോക്കി വായിക്കാൻ കഴിയുകയാണ് സയ്യിദുനാ ഉസ്മാൻ തങ്ങൾ. അതുകൊണ്ട് വ്യഭിചാരത്തിന്റെ വിഷയത്തിൽ അല്ലാഹു നമ്മളെ കാക്കട്ടെ. നമ്മളെ ഏറ്റവും നോക്കേണ്ടത് നോട്ടമാണ്. ആ സഹ്മിനോ റസൂലുള്ളാഹി വിശേഷണവും പറഞ്ഞു. നോട്ടം എന്നുള്ളത് വിഷലിപ്തമായ അത്രയും ഗൗരവമാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നമ്മുടെ കണ്ണുകൾ കാതുകൾ സൂക്ഷിക്കുക. തെറ്റ് വലിയ ഗൗരവമാണ്. അത് കണ്ണിന് പോലും വരാതെ നമ്മൾ സൂക്ഷിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. يا رب يا الله يا رحمن يا الله يا رحيم يا الله. ഞങ്ങളുടെ ഈ പഠനം നീ സ്വീകരിക്കണേ അല്ലാഹ്. പറഞ്ഞത് മുഴുവൻ സ്വഭാവമാക്കണേ അല്ലാഹ്. പാപങ്ങളൊക്കെ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഈമാൻ സലാമത്ത് തരണേ അല്ലാഹ്. ഞങ്ങളെ സുഹൃത്തുക്കളുടെ മുഴുവൻ പുണ്യവും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറ്റെല്ലാം മഹാന്മാരിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവരെ ദർജ ഉയർത്തി അവരെ മദതും തിരുനോട്ടവും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവർക്കൊക്കെ എത്തിച്ച് അവരുടെയൊക്കെ ഖബറുകൾ വിശാലവും സ്വർഗീയവുമാക്കണേ അല്ലാഹ്. റബ്ബേ, ആയുരാരോഗ്യം സമ്പൽ സമൃദ്ധി ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. രണ്ടു ലോകത്തും സലാമത്തും വിജയവും നൽകണേ അല്ലാഹ്. രണ്ട് ലോകവും വിജയിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് നല്ലോണം ബറകാത്ത് ചൊരിയണേ അല്ലാഹ്. ഞങ്ങളെ സംരംഭങ്ങൾ, വിഷയങ്ങൾ, പദ്ധതികളെല്ലാം നീ ഫത്ഹാക്കി തരണേ അല്ലാഹ്. ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. അവസാനം ഞങ്ങളെ ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരെയും ജന്നത്തുൽ ഫിർദൗസിൽ മഹാന്മാരോടൊപ്പം സന്തോഷത്തോടെ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന
وفي الآخرة حسنة وقنا عذاب النار ربنا توفنا مسلمين والحقنا بالصالحين آمين برحمتك يا أرحم الراحمين وبفضلك صلى الله على محمد صلى الله على محمد صلى الله عليه وسلم اللهم صل على سيدنا محمد والآل والصحابة وسلم.